കോപ്പ അമേരിക്കയിലെ ആദ്യത്തെ മത്സരത്തിൽ കാനഡയ്ക്കെതിരെ വിജയം നേടിയതിനു പിന്നാലെ മത്സരം നടന്ന മൈതാനത്തെ വിമർശിച്ച അർജന്റൈൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. MLS ക്ലബ്ബായ അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിലെ പിച്ചിനെയാണ് മത്സരത്തിന് ശേഷം അർജന്റൈൻ ഗോൾ കീപ്പർ വിമർശിച്ചത്. മത്സരശേഷമാണ് എമിലിയാനോ മാർട്ടിനസ് മൈതാനത്തെ വിമർശിച്ചത്. മൈതാനം ദുരന്തമായിരുന്നു. അവർ സിന്തറ്റിക് ടർഫിന് മുകളിൽ പുല്ല് വിരിച്ചിരിക്കുകയാണ്. പന്ത് സ്വീകരിക്കുന്ന സമയത്തെല്ലാം ഒരു ട്രാംപോളിനിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെ തടസ്സങ്ങൾ ഞങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും ഈ ടീം മുന്നോട്ട് തന്നെ പോകുമെന്ന് മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണതെന്നും എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞു. അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ സ്റ്റേഡിയത്തിലെ ആർട്ടിഫിഷ്യൽ ടർഫ് നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം നേടിയതാണ്. ആർട്ടിഫിഷ്യൽ ടർഫിൽ കളിച്ചാൽ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മെസ്സി അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ സ്റ്റേഡിയത്തിൽ MLS മത്സരം കളിക്കുന്നതിൽ നിന്നും മാറി നിന്നുവെന്ന് മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അർജന്റീനയുടെ അടുത്ത മത്സരം മെഡ്ലൈഫ് സ്റ്റേഡിയത്തിൽ ചിലിക്കെതിരെയാണ്. അതിനുശേഷം അർജന്റീന പെറുവിനെയും നേരിടും. ചിലിക്കെതിരെ കൂടി വിജയം നേടാൻ കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.